സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സി രാധാകൃഷ്ണൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ അടക്കമുള്ള നിരവധി സാഹിത്യകാരന്മാർക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളിൽ വല്ലാത്ത പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന തരത്തിൽ തന്നെ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? വല്ലാത്ത ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അക്കാദമി മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ സ്വതന്ത്രമായ ജനാധിപത്യ സംസ്കാരം പുലരുന്ന ഒരേ ഒരു സ്ഥാപനം. മറ്റു രണ്ട് അക്കാദമികളും, ലളിതകലാ അക്കാദമിയും സംഗീതനാടക അക്കാദമിയും ഏതോ കാലത്ത്, ഇപ്പോൾ ഉള്ള ഗവൺമെന്റിന്റെ കാലത്തൊന്നുമല്ല, തിരിച്ചുവിടപ്പെട്ട് അഡ്ഹോക് കമ്മിറ്റികളാൽ ഭരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ഈ അക്കാദമിയും ഇപ്പോ ആ വഴിക്ക് പോകുന്നുവോ എന്നൊരു സംശയം, പോകാൻ തുടങ്ങുന്നുവോ എന്നൊരു സൂചന. ഞാൻ അവിടെ ഇരുന്ന കാലത്ത്, 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അന്നത്തെ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ ഭരണ സംവിധാനത്തിൽ കൈകടത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് എന്ന് ആലോചിക്കാൻ തന്നെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു ചേർത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നീട് 5 കൊല്ലം എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഇപ്പൊ ഇത്തവണ എന്നെ എമിനന്റ് മെമ്പറാക്കി നിയമിച്ചതിന് ശേഷം അവിടെ നടന്നത് ഈ ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുമ്പോൾ അതൊരു സൂചന മാത്രമാണ്, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ അവിടുത്തെ ഒരു ചടങ്ങിനും ഒരു രാഷ്ട്രീയക്കാരനും, പ്രത്യേകിച്ചും ഭരണപക്ഷത്തുള്ള ആരും തന്നെ ഒരിക്കലും വരാറില്ല. ഇതിനു മുൻപ് സാഹിത്യകാരന്മാർ ചെയ്യേണ്ട പണി സാഹിത്യകാരന്മാർ ചെയ്യുന്നു, ഭരണകർത്താക്കൾ ചെയ്യേണ്ട പണി അവർ ചെയ്യുന്നു എന്നല്ലാതെ പരസ്പരം കൈകടത്തി അതിലേക്ക് ഇടപെടാനായിട്ട് ആരും വരാറില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ നാളെ ഈ അക്കാദമിയിൽ മറ്റു 2 അക്കാദമികളിലെ വഴിക്ക് പോവോ എന്ന ഒരു ആശങ്ക. അതിനെ തടയിടാൻ എന്താ മാർഗം എന്നാലോചിച്ചപ്പോൾ പ്രതിഷേധിക്കാതെ വയ്യ എനിക്ക് തോന്നി. ഇതൊരു രാഷ്ട്രീയ കക്ഷികളുടെ വിരോധം കൊണ്ടൊന്നുമല്ല. രാഷ്ട്രീയ കക്ഷികൾ ഏതായാലും പഴയ കാലത്ത് ഇതിനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. ഈ ഭരണം വരുന്നത് വരെ, അത് വന്ന കാലം തൊട്ട് ഇടപെടൽ ചെയ്യാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ ആരോ അകത്തിരിക്കുന്നവരൊക്കെ കൂടി സഹായിക്കാൻ മുതിർന്നുകൊണ്ടായിരിക്കാം തടയാൻ ഇടയില്ലാത്ത വിധം വളർന്നിരിക്കുന്നുവോ എന്നൊരു ആശങ്ക. അപ്പോൾ ജനങ്ങളെ അറിയിക്കണ്ടേ, എന്റെ ചുമതലയല്ലേ, ഞാൻ എഴുതുന്ന ആളല്ലേ, അക്ഷരത്തോടെ എനിക്ക് കൂറില്ലേ. ഈ അക്കാദമിയും ഒരു നാശോന്മുഖമായ സ്വയം ഭരണ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അക്കാദമി ആകരുത് എന്നൊരു മോഹം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രാജി എന്ന ഒരു പ്രതിഷേധ സ്വരം ഞാൻ പുറപ്പെടുവിക്കുന്നത്. വേറൊരു ലക്ഷ്യവും അതിന്റെ പുറകിലില്ല, ഒരു കാരണവുമില്ല. താങ്കൾ ഉയർത്തിയ ഈ പ്രതിഷേധ സ്വരം ഒറ്റപ്പെട്ട സ്വരമല്ല എന്ന് നേരത്തെ തന്നെ താങ്കൾ പറയുകയുണ്ടായി. മറ്റ് അക്കാദമികളെ പോലെ തന്നെ ഈ സംഘപരിവാർ ശക്തികൾ അതിൽ പിടിമുറുക്കാൻ, സാഹിത്യ അക്കാദമിയിൽ പിടിമുറുക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഈ ഒരുപക്ഷെ താങ്കളുടെ രാജിയിൽ മാത്രം ഒതുങ്ങാൻ പോകുന്നതല്ല ഈ സാഹിത്യ അക്കാദമിയിലെ ഈ പ്രതിഷേധ സ്വരം എന്ന് കരുതാനാകുമോ? മറ്റുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് എഴുത്തുകാരല്ലേ, അവരല്ലേ നിശ്ചയിക്കേണ്ടത്. ഇതിലൊന്നും ഒരു സംഘടിത പ്രവർത്തനത്തിന് ഞാൻ ആഹ്വാനം ചെയ്യാറില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവർ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. അത് അവർക്കറിയാമല്ലോ ചെയ്യാൻ. വെറുതെ ഉന്തിത്തള്ളി നിർബന്ധിച്ച് ഒരാളെ ഒരു കാര്യത്തിന് മുകളിൽ കൊണ്ടുപോകുന്നതാണോ ശരി? എല്ലാവരും എഴുത്തുകാരും സർഗാത്മക ബുദ്ധിയുള്ളവരും ഭാവനയുള്ളവരും ഒക്കെ ആണല്ലോ. അവർക്കും നാളെ ഇങ്ങനെ ഒരു സ്ഥാപനം സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരട്ടെ പ്രതിഷേധിക്കാൻ. അല്ല വേണ്ട എങ്കിൽ വേണ്ട, എന്താ ചെയ്യാൻ നമ്മള്? താങ്കളോട് ഇതേ ആശയം മറ്റു പലരും പങ്കുവച്ചിട്ടുണ്ടാകുമല്ലോ, സാഹിത്യ അക്കാദമിയിലെ മറ്റു പല അംഗങ്ങളും. അവിടെ ഇപ്പോൾ ഉള്ള എനിക്കറിയാവുന്ന എല്ലാ അംഗങ്ങളും ഈ കാര്യത്തിൽ തീർച്ചയായും ദുഃഖമുള്ളവരാണ്. അവരെന്നോട് അത് പറയാറുമുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. പല കാരണങ്ങളെ കൊണ്ടും ഇപ്പോൾ അത് പറയാൻ അവർക്ക് കഴിയാതെ, പുറത്ത് പറയാൻ കഴിയാതെ പോകുമായിരിക്കാം, അറിയില്ല. പക്ഷേ പ്രതിഷേധിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം ഏതൊക്കെയോ കൈകൾ ആരെയൊക്കെയോ പാട്ടിലാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഇത് ആത്യന്തികമായി ചെയ്യാതെ പറ്റില്ല എന്ന് ഈ 85-ാം വയസ്സിൽ ഞാൻ തീരുമാനിച്ചത്. വളരെ നന്ദി സി രാധാകൃഷ്ണൻ, ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.